നമസ്കാരം അമേരിക്ക. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം വിളിച്ചോതുന്ന തിരുപ്പിറവിയുടെ ഈ നാളുകളിൽ പോലും ലോകത്തിന്റെ പല ഭാഗങ്ങളും അശാന്തിയിലാണ്. ചെങ്കടൽ മാർഗമുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തി യമനിൽ നിന്നുള്ള ഹൂതികൾ വീണ്ടും ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ്. 2023 നവംബർ 19 യമൻ പാലസ്തീൻ പതാകകൾ പതിച്ച പഴയ യമൻ ആർമി ഹെലികോപ്റ്ററിൽ സൂയസ് കനാലിന്റെ മുകളിലൂടെ നാടകീയമായി പറന്നുയർന്നു. മുഖംമൂടി ധരിച്ച റൈഫിൾ ഉൾപ്പെടെ സജ്ജരായ ഹൂതികൾ കപ്പലിന്റെ ഡെക്കിലേക്ക് ഇറങ്ങുകയും അതിവേഗം നിയന്ത്രണം പിടിച്ചെടുക്കുകയും ചെയ്തു. തുടർ ദിവസങ്ങളിലും യമനിലെ ഹൂതി വിമതർ സമീപത്തെ ആകാശങ്ങളിലും കടലുകളിലും ആക്രമണങ്ങളുടെ ഒരു പരമ്പര തന്നെ അഴിച്ചുവിടുകയായിരുന്നു. ഹൂതികൾ വഴിമുടക്കുന്നത് ആർക്കു വേണ്ടി? ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിൽ ഹൂതികൾ പലസ്തീനായി രംഗത്ത് വന്നത് എന്തിന്? ഇസ്രയേൽ പലസ്തീൻ യുദ്ധം പുതിയൊരു വഴിയിലേക്ക് നീങ്ങുകയാണോ? ഹൂതികളിലൂടെ യമൻ യുദ്ധത്തിന്റെ ഭാഗമാകുമോ എന്ന രാഷ്ട്രീയ ലോകത്തിന്റെ ആശങ്ക എത്രത്തോളം സത്യമാണ്? 1980 യമനിൽ അബ്ദുൾ മാലിക് അൽ ഹൂതിയുടെ നേതൃത്വത്തിൽ സംഘടിത രൂപമായി മാറിയ ഹൂതികൾ പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ എന്ത് പങ്കുവഹിക്കും? സൗദി എന്ന ബാഹ്യ ശത്രുവിൽ നിന്ന് വഴിതിരിക്കാൻ ഏറ്റവും നല്ല അവസരമായി പലസ്തീൻ അനുകൂല നീക്കങ്ങളെ അവർ മാറ്റിയെടുത്തോ? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്ക് ഈ വാരം ചിന്തിക്കുന്നത് ഇതേ വിഷയമാണ്: ചെങ്കടൽ പോര്. ഇന്നത്തെ എൻ്റെ അതിഥികൾ: ബഹ്റൈൻ ഹൗസിംഗ് ആൻഡ് അർബൻ പ്ലാനിംഗ് മന്ത്രാലയം സീനിയർ പ്രോജക്ട് മാനേജർ സജി മാർക്കോസ്, കൺസർവേറ്റീവ് പാർട്ടി അനുഭാവിയും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഫ്ലോറിഡ ലീ കൗണ്ടി കമ്മിറ്റി അംഗവുമായ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കൽ, ഇന്റർനാഷണൽ അഫയേഴ്സ് അനലിസ്റ്റ് പി വിജയകുമാർ എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കലിലേക്ക്. വിൻസെന്റ്, ഈ ഹൂതികളുടെ ഒരു രംഗപ്രവേശം, അവരൊരു ഷാഡോ ആയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിന്റെ എല്ലാ പാതയിലും ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ മറ നീക്കി പുറത്തേക്ക് വന്നിരിക്കുന്നു. ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രായേലി പതാക വഹിക്കുന്ന എല്ലാ കപ്പലുകളെയും തടയുന്നു. അതിനുശേഷം അത് ജനറലൈസ് ചെയ്ത് എല്ലാ കപ്പലുകളെയും വഴിമുടക്കുന്ന ഒരു അവസരത്തിലേക്ക് എത്തുന്നു. ഇവരുടെ ഈ വഴിമുടക്കുന്നതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താവും? അവരുടെ യഥാർത്ഥ ലക്ഷ്യം, അവരുടെ റിലവൻസ്, എല്ലാ പാർട്ടികളും ഏത് വാറിലാണെങ്കിലും ഏത് സംഘർഷത്തിലാണെങ്കിലും ഇടപെടാൻ ശ്രമിക്കുന്ന ആൾക്കാരുടെ എല്ലാം ആഗ്രഹം അവരുടെ റിലവൻസ് പ്രൂവ് ചെയ്യുന്നുള്ളതാണ്. അപ്പോ ഇത് അവരുടെ ചുറ്റുവട്ടത്തു കൂടി നടക്കുന്ന ഈ ഒരു വാറിൽ അവരുടെ റിലവൻസ് പ്രൂവ് ചെയ്യുന്നത് വഴിയാണ് അവർ ലോകത്തിനോട് പറയുന്നത് ഞങ്ങളും എണ്ണപ്പെടേണ്ട ഒരു ആൾക്കാർ തന്നെയാണ്, സൗദികൾക്കും ഇഷ്ടംപോലെ ട്രീറ്റ് ചെയ്യാവുന്ന ആൾക്കാരല്ല എന്നെല്ലാം അവർ പറയുന്ന ഒരു പ്രോസസ്സാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള വോയിസ് ഉണ്ട്, ഞങ്ങളുടെ ബാക്ക് യാർഡിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്കും ചിലത് പറയാനുണ്ട് എന്നുള്ള ഒരു അസർഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇതിന്റെ കാരണം, ഇതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൂട്ട് കോസ്, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ ഫെയമായിട്ട് ഡീൽ ചെയ്താൽ, ഇപ്പൊ ഹൂത്തികൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോ ഈ പറയുന്ന കാര്യവും ഒക്കെ വളരെ ഡ്രാമാറ്റിക് ആയിട്ടും വളരെ നാടകീയമായിട്ടൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഒരിക്കലും ലോകത്തിനെ ഒരു തേർഡ് വേൾഡ് വാറിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ശക്തിയൊന്നുമല്ല ഹൂത്തികൾ. ഹൂത്തികളെയൊക്കെ ആദ്യമേ തന്നെ ഫെയമായിട്ട് ഡീൽ ചെയ്താൽ പെട്ടെന്ന് കൺട്രോളിൽ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ് ഈ ഹൂത്തി റിബൽസിൽ നിന്നുള്ള ആക്രമണം. പക്ഷെ അവിടെ എല്ലാം പറ്റുന്നത് ഈ വീക്ക്നെസ് കാണിക്കുന്ന അമേരിക്കൻ ഭരണകൂടം എന്ത് ചെയ്താലും കൃത്യമായിട്ട് ചോദിക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ആ ഒരു റീസണാണ് ഇപ്പൊ ഹൂത്തികൾ ചെയ്യുന്നത്. ഹൂത്തികളുടെ പുറകിലുള്ളത് ഇറാൻ അല്ല, തന്നെയാണ്, പക്ഷേ എല്ലാവർക്കും അറിയാം. ഇതൊക്കെ അമേരിക്കൻ ഭരണകൂടമാണോ നിയന്ത്രിക്കേണ്ടത്? നമുക്ക് ഇതിനൊക്കെ രാജ്യാന്തര സംഘടന, അല്ല, ഐക്യരാഷ്ട്രസഭ പോലെയുള്ള രാജ്യാന്തര അമേ സംഘടനകളില്ലേ? അതിലുപരിയായി അമേരിക്ക എന്ന് പറയുന്ന അമേരിക്ക ഒറ്റ രാഷ്ട്രത്തിലേക്ക് ഇതിന്റെ നിയന്ത്രണങ്ങളും അല്ല ലോക സമാധാനത്തിനുള്ള ചുമതലയൊന്നും അങ്ങനെ ഇല്ലല്ലോ. അമേരിക്ക നിയന്ത്രിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ അത് അതിന്റെ ഒരു ഫിലോസോഫിക്കൽ വശമാണ്. ഐ എം അഗൈൻസ്റ്റ് ഇറ്റ്. അമേരിക്കയുടെ ടാർഗറ്റ്സ്, ഇത്രയും ഈസി ആയിട്ടുള്ള ടാർഗറ്റ്സ് അവിടെ എല്ലാം കൊണ്ട് വിന്യസിപ്പിക്കുക, സിറിയയിൽ താവളം ഉണ്ടാവുക, ഇറാഖിൽ താവളം ഉണ്ടാവുക, അവിടെ ഈ ഷിപ്പുകൾ മുഴുവൻ ഉണ്ടാവുക, ഇതെല്ലാം നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് വേറൊരു ഫിലോസോഫിക്കൽ വേർഷനാണ്. പക്ഷെ നമുക്കെതിരെ ഒരു അറ്റാക്ക് ഉണ്ടായാൽ, ഹൂത്തികളുടെ ചെറിയ ചെറിയ അറ്റാക്കുകൾ അമേരിക്കൻ ഷിപ്പുകൾക്ക് നേരെ ഉണ്ടായപ്പോഴൊന്നും ഫെയമായിട്ടുള്ള ഡീലിംഗ് അമേരിക്ക നടത്താത്തത് കൊണ്ടാണ് ഹൂത്തികൾ ബാക്കിയുള്ളവരെയും കയറി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോ ഇത് മുളയിലെ നുള്ളേണ്ട ഒരു ഉത്തരവാദിത്വം അമേരിക്കക്ക് ഉണ്ടായിരുന്നു, ഞങ്ങൾ ഇടപെട്ടാൽ. അല്ലെങ്കിൽ ഇടപെടാണ്ടിരിക്കണം. ഇപ്പം ക്രിസ്റ്റ്യന് ചോദിച്ചത് ശരിയാണ്. ഞാനൊരു അമേരിക്ക സെൻട്രിസ്റ്റ് രാഷ്ട്രീയക്കാരനാണ്.
അമേരിക്കയുടെ കാര്യം നോക്കണം. ഇവിടെ ഒരു 1000 പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ട്. ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കണം. ഇവിടെ പോവർട്ടി ഉണ്ട്, ഇവിടെ ക്രമസമാധാന നിലയിൽ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാമാണ് അമേരിക്കയുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ നമ്മുടെ ടാർഗറ്റ്സ് അവിടെ ഉണ്ടെങ്കിൽ അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യം, അതിനെ വളരെ ഫേമായിട്ട് ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യം അമേരിക്കയുണ്ട്. അത് ചെയ്യാണ്ടിരുന്നതാണ്, സമയാസമയങ്ങളിൽ ചെയ്യാണ്ടിരുന്നത് കൊണ്ടാണ് ഹൂത്തികൾ ഇപ്പോ അവരെന്തോ അവർ ആയിരിക്കുന്നതിനേക്കാളും വലുതാണെന്ന് വിചാരിച്ച് ഇന്റർനാഷണൽ ഷിപ്പിംഗ്, ബാക്കിയുള്ള ഷിപ്പ് ലൈനുകളെല്ലാം അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കാരണം again അമേരിക്കയാണ്. അമേരിക്കയുടെ ഒരു തെറ്റായിട്ടുള്ള ഫോറിൻ പോളിസി ആയിരിക്കാം ഇതിന്റെ തുടക്കം. പക്ഷേ വീണ്ടും അമേരിക്ക തന്നെയാണ് ഇപ്പൊ ഈ ഹൂത്തികളെ ഒരു വളരെ റെലവെന്റ് ആയിട്ടുള്ള, ഈ വാറിൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആയിട്ട് മാറ്റുന്നത് അമേരിക്ക കാണിച്ച വീക്ക്നെസ് ആണ്. ആദ്യം അമേരിക്കയുടെ ഷിപ്പുകളെയും അമേരിക്കയുടെ താവളങ്ങളിൽ ഇറാഖിലും സിറിയയിലും ഉണ്ടായ ആക്രമണങ്ങൾ, ഇറാന്റെ സപ്പോർട്ടോടുകൂടി റെബൽസ് നടത്തുന്ന ആക്രമണങ്ങളിലും അമേരിക്ക ഒന്നും ചെയ്യാണ്ടിരുന്നതാണ് ഈ ഹൂത്തികളുടെ ഇപ്പോ ഉണ്ടായിട്ടുള്ള ഈ വളർച്ചയ്ക്ക് കാരണം. ആ വളർച്ച ഇപ്പോഴും ഒരു വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. എനി ടൈം ദേ ക്യാൻ ബി ടേക്കൻ കെയർ ഓഫ്. പക്ഷേ the forces who were there, who were for the good of the world, who are trying to avoid third world war, should take this very firmly. You cannot be an appeasing force. രണ്ട് വഞ്ചിയിലും കാല് ചവിട്ടി രണ്ടുപേരെയും പ്ലീസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. ആരാണ് ശരി ആരാണ് തെറ്റും തീരുമാനിക്കേണ്ടത്, എവിടെ നിന്നാണ് അഗ്രഷൻ തുടങ്ങിയത് എന്നുള്ളത് വെച്ചിട്ടാണ്. ഇവിടുത്തെ അഗ്രസർ ഹമാസ് ആണ്. അതുകൊണ്ടാണ് അമേരിക്ക ഇസ്രായേലിന്റെ കൂടെ നിൽക്കേണ്ടത്. ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്നു, എന്തായാലും നിൽക്കാൻ തുടങ്ങി. അപ്പൊ അതിന് മറ്റു മറുപക്ഷത്തിനും കൂടി സ്ട്രോങ് ആക്കുന്ന രീതിയിൽ വീണ്ടും അവരെയും കൂടി എൻകറേജ് ചെയ്യുന്ന രീതിയിലുള്ള പോളിസി ഡിസിഷൻസ് എടുക്കാൻ പാടില്ല. When you have a stake in the game, do it right. When you go to Rome, you read the centerpiece of what you get, right? So if you are in the war, you take care of it. Otherwise, you should not be there. That is the wrong policy. I am against it. We should not be there with this much of involvement in the Middle East. I am against what America is doing. But at the same time, ഇപ്പോ ഈ ഹൂത്തികൾക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു കോൺഫിഡൻസിനും ഈ ഒരു ആക്രമണ പ്രവണതയ്ക്കും കാരണം അമേരിക്കയുടെ മെല്ലെപ്പോക്കും അമേരിക്കയുടെ രണ്ട് സൈഡിനെയും പ്രീതിപ്പെടുത്താനുള്ള താല്പര്യവുമാണ്. ശ്രീ സജ്ജി മാർക്കോസ്, നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ പിന്നിലെ സാങ്കേതികത്വം, ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം, ഇതൊക്കെ നമ്മൾ തലനാരിഴ കീറി പരിശോധിക്കും. പക്ഷെ അതിനൊക്കെ അപ്പുറമായിട്ട് എത്ര പേരാണ് മരിച്ചത്? 20,000-ലേറെ പേർ മരിച്ചു. അതിൽ എത്ര കുഞ്ഞുങ്ങളുണ്ട്? അതുപോലെ തന്നെ എത്ര ഗർഭിണികളാണ് ഇതിൽ പ്രയാസം അനുഭവിക്കുന്നത്? എത്രയോ വയോജനങ്ങൾ ആണ് ഈ ആശുപത്രി സൗകര്യങ്ങൾ പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്നത്. ഔഷധങ്ങളില്ല, വെള്ളമില്ല, വസ്ത്രമില്ല, പാചകവാതകമില്ല, സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമില്ല, ചെറിയ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും, നമ്മളായിരുന്നു ഇതിൽ പെട്ടുപോയതെങ്കിൽ? അത്തരത്തിലൊരു വൈകാരിക തലം ഈ യുദ്ധത്തിനുണ്ട്. അത് അനുഭവിക്കുന്ന വലിയൊരു ജനസംഖ്യയുണ്ട്. എന്തുകൊണ്ട് ഇതിൻ്റെയൊക്കെ പരിഹാരം ആ ഒരു ഇമോഷണൽ ലെവലിൽ നിന്നുണ്ടാവുന്നില്ല? നമ്മൾ എപ്പോഴും പറയുന്നത് ഇതിൻ്റെ ഈ രാഷ്ട്രങ്ങളുടെ സഖ്യസാധ്യതകൾ, രാഷ്ട്രങ്ങൾ അത് ചെയ്തതുകൊണ്ട് ഇത് ചെയ്തതുകൊണ്ട്. പക്ഷെ ഈ മനുഷ്യരുടെ വേദന പരിഗണിച്ചൊരു പരിഹാരം ആർക്കും ഉണ്ടാക്കാൻ കഴിയും? അവിടെയാണ് ശരിക്കും ഈ ഹൂത്തികളുടെ പ്രസക്തി ഇപ്പോൾ വന്നിരിക്കുന്നത്. അതായത് അവർ മുമ്പോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം, അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ആവശ്യം വളരെ റെലവെന്റ് ആണെന്നുള്ളതാണ്. അവരാരാണെന്നുള്ളവരുടെ പശ്ചാത്തലം എന്താണെന്നുള്ളതിന് ഉപരിയായിട്ട് അവർ മുമ്പോട്ട് വയ്ക്കുന്നത് എന്താണ്? ഗസയിൽ അവശ്യ സാധനങ്ങൾ എത്തിക്കുക, വെടിനിർത്തൽ ഉണ്ടാകുക, അവിടുത്തെ ജനങ്ങളുടെ ജീവിതം സമാധാനപരമായ ഒരു ജീവിതത്തിലോട്ട് കൊണ്ടുവരിക. അതിനുശേഷം ബാക്കി ചർച്ചകളാകാം. ഇതാണ് ഹമാസ് മുമ്പോട്ട് വയ്ക്കുന്നത്. ഈ ബന്ദികളെ വിട്ടുകൊടുക്കാം എന്നുള്ള ഒരു ചർച്ച മുമ്പോട്ട് ഇസ്രായേൽ ആദ്യം പറയുമ്പോൾ തന്നെ അവർ പറഞ്ഞ വെടിനിർത്തൽ വരുത്തുക, ആ സ്ഥലത്ത് മനുഷ്യർക്ക് സമാധാനപരമായ ഒരു ജീവിതം ഉണ്ടാകുക. അതാണ് ഹൂത്തികൾ മുമ്പോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. അതുകൊണ്ട് ഹൂത്തികൾ ആരായിരുന്നാലും അവർ മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് വളരെ റെലവെന്റ് ആയ ഒരു കാര്യമാണ്. ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത്യാവശ്യമായി വേണ്ടത് ഗസയിൽ വെടിനിർത്തൽ ഉണ്ടാകുക എന്നുള്ളതാണ്. സമാധാനപരമായ ജീവിതം അവിടെ നടത്താൻ അവിടെ സംവിധാനം ഉണ്ടാകുക, അവർക്ക് വേണ്ടി ആഹാരവും വെള്ളവും എത്തിക്കുക. അവിടുത്തെ റോഡുകൾ മുഴുവൻ മാലിന്യം കൊണ്ട് ചീഞ്ഞ് നാറിയിരിക്കുന്നു. ജനങ്ങൾ പുറത്തിറങ്ങാൻ വയ്യാത്ത അവസ്ഥയായിരിക്കുന്നു. കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്നു. 20,000 പേർ മരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ലോകത്തിലെ വൻ ശക്തികളോട് ഇടപെടുന്നത്, അല്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യുന്നത്, അവരോട് നേരിടുന്നത് വെറും ചെറിയ ഗ്രൂപ്പുകളാണ്. 20,000 പേര് കാണും ഹമാസ് ഒരു പക്ഷേ, അല്ലെങ്കിൽ ഒരു 30,000 പേര്. ഹൂത്തികൾ ഒരു 1,00,000 പേര് കാണും, ഒരു 1.5 ലക്ഷം പേര് കാണും. ശക്തമായ രാജ്യങ്ങളെല്ലാം മൗനമായിരിക്കുമ്പോൾ ഇത്ര ചെറിയ ഗ്രൂപ്പുകൾ, അവർക്കൊരു ഹൂത്തികൾക്ക് അടുത്ത കാലം വരെ ഒരു യൂണിഫോം പോലും ഇല്ലായിരുന്നു. അത്തരം ഒരു മിലിഷ്യ ഗ്രൂപ്പ് മാത്രമായിരുന്നു ഇന്ന് ലോകത്തിലെ ഏറ്റവും റെലവെന്റ് ആയ ഒരു മുദ്രാവാക്യമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ലെജിറ്റിമസി ഇന്ന് നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത നിലയിലോട്ട് അവർ സ്വയം ഒരു ലോകത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ അവർ മുൻപോട്ട് ഇറങ്ങി വരികയും അവർ യുദ്ധത്തിന് തയ്യാറാകുകയും ചെയ്യുകയാണ്. അവർ ആക്രമണത്തിന് തയ്യാറാണ് വൻ ശക്തികളുടെ നേരെ.
അതും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ചെങ്കടൽ കടന്നു വരുന്ന, സൂയസ് കനാൽ കടന്നു വരുന്ന ആ വ്യാപാര റൂട്ട് എന്ന് പറയുന്നത്. ഒരു പരിധിവരെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകുന്നതിന് ഒരു കാരണം ബ്രിട്ടീഷ് മാറ്റേറിന്റെ കാലത്ത് ഈ സൂയസ് കനാലിന്റെ മേൽ ബ്രിട്ടൻ എല്ലാ കാലത്തും ഒരു അധികാരം ഉണ്ടാകുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു രാജ്യമാണ് ഈ പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്നത്. അവരുടെ അന്നത്തെ ആശയത്തെ തന്നെ ഇപ്പോൾ പൊളിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം അതിനെതിരെ മറ്റൊരു ചെറിയ ഗ്രൂപ്പ്, ഒരു രാജ്യം എന്ന് പറയാനില്ല, ഒരു സൈന്യം എന്ന് പറയാനില്ലാത്ത ഒരു ചെറിയ ഗ്രൂപ്പ് അവിടുത്തെ വ്യാപാരത്തെ തടസ്സപ്പെടുത്തിയിരിക്കുന്നു. ഇത് ലോകത്തിലെ മൊത്തം വ്യാപാരത്തെയും ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരുടെ ആവശ്യം അത് വളരെ റെലവന്റ് ആണ്. എത്രയും പെട്ടെന്ന് ഗസയിലെ ആക്രമണം അവസാനിപ്പിക്കുക, അവർക്ക് വേണ്ടിയ അവരുടെ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഈ മരിച്ചു വീണ കുഞ്ഞുങ്ങൾ 5000-6000 കുഞ്ഞുങ്ങൾ എത്ര പേരുണ്ട് ഹമാസ്? 20,000 പേര് മരിച്ചു. അതിൽ എത്ര പേരുണ്ട് ഹമാസ്? അപ്പൊ ഇസ്രായേലിന്റെ ആക്രമണം എന്ന് പറഞ്ഞാൽ സിവിലിയൻസിന് നേരെയാണ്. അത് ഒരു യൂണിഫോം ഇട്ട പട്ടാളക്കാരാണ്, ഒരു ഗ്രൂപ്പ് അല്ലല്ലോ, ഒരു തീവ്രവാദി സംഘടന അല്ലല്ലോ ഇസ്രായേൽ എന്ന് പറയുന്നത്. അവിടെ യൂണിഫോം ഇട്ട പട്ടാളക്കാർ സിവിലിയന്മാരെ ആക്രമിക്കുന്നു. എന്നിട്ട് അവരെ എല്ലാവിധ യുദ്ധ നിയമങ്ങളും, പുരോഗമിച്ച മനുഷ്യ സമൂഹം ഒരു യുദ്ധം നടന്നാൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ എന്നുള്ള നിയമങ്ങളൊക്കെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എത്രയോ വേദികൾ ഉണ്ടായിരിക്കുന്നു, എത്രയോ നിയമങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു രാജ്യം മറ്റൊരു ഒരു തിങ്ങിപ്പാർക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ മേൽ, അതും 10-16 വർഷമായിട്ട് ഉപരോധത്തിൽ കഴിയുന്നവർ, കൃത്യമായി കറണ്ടില്ല, അവിടെ വെള്ളമില്ല, ആഹാരമില്ല, മരുന്നില്ല, ആശുപത്രിയുടെ മേൽ ബോംബിടുന്നു. അതിന് അങ്ങനെ നടക്കുന്ന ഈ വലിയ ഒരു മനുഷ്യത്വഹീനമായ പ്രവൃത്തിക്കെതിരെ ലോകരാഷ്ട്രങ്ങളെല്ലാം മൗനമായിരിക്കുമ്പോൾ അത് സംസാരിക്കേണ്ട വേദികളിൽ വീറ്റോ ചെയ്ത് വെടിനിർത്തൽ നടത്താതിരിക്കാൻ വേണ്ടി അമേരിക്ക ശ്രമിക്കുമ്പോൾ ഒരു ചെറിയ ഗ്രൂപ്പെങ്കിലും ഇങ്ങനെ വന്ന് പറയുന്നു എന്ന് പറയുന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമല്ലേ? അവർ മുമ്പോട്ട് വെക്കുന്ന ആവശ്യം എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിന്റെ പക്ഷത്താണ് ഇന്ന് ഹൂതികൾ നിൽക്കുന്നതെന്ന് പറയേണ്ടി വരും. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ശരി, ശ്രീ പി വിജയൻ, ഇപ്പോൾ ശ്രീ സജി മാർക്കോസ് പറഞ്ഞത് അങ്ങ് കേട്ട് കാണുമല്ലോ. ഈ ഹൂതികൾ എന്ന് പറയുമ്പോൾ താരതമ്യേന ശല്യക്കാരായി യമനിൽ തന്നെ ഒരു വിമത വിഭാഗമായി ഷിയകളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുകയും അതേപോലെ തന്നെ അവരെ പൊതുവെ കണ്ടിരുന്നത് ഒരു ആന്റി സോഷ്യൽ വിഭാഗമായിട്ടാണ്. പക്ഷേ ആ ഒരു ഇമേജിൽ നിന്ന് ശ്രീ സജി മാർക്കോസ് പറയുന്നത് പോലെ തന്നെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു മുദ്രാവാക്യത്തിലൂടെ പാലസ്തീൻ ജനതയെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യത്തിലൂടെ അവർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ അവര് സൗദി എന്ന് പറയുന്ന ഒരു പൊതുശത്രുവിൽ നിന്ന് അതൊന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടാണോ പലസ്തീൻ എന്ന് പറയുന്ന വിഷയവുമായി അവർ മുന്നോട്ട് വരുന്നത്? ഇതിന്റെ ഒരു രാജ്യാന്തര തലം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഹൂതികളുടെ ഈ വരവോടുകൂടി കൂടുതൽ രാജ്യങ്ങൾ, യമൻ അടക്കം ഉള്ള രാജ്യങ്ങൾ ഈ യുദ്ധത്തിലേക്ക് വഴി തിരിച്ചപ്പെടുകയാണോ? ഹൂതികൾ ചെയ്യുന്നത് ഡയറക്റ്റ് ആയിട്ട് ഈ പാലസ്തീൻ പ്രശ്നത്തിന് മാത്രമല്ല, ആക്ച്വലി ഇത് ഇറാൻ, അമേരിക്ക അല്ലെങ്കിൽ ഇറാൻ വെസ്റ്റേൺ കൺട്രീസിന്റെ നിഴലിത്വമാണിത്. ഇറാൻ നേരിട്ട് ഒന്നിലും ഇടപെടുന്നില്ലെന്ന് മാത്രം. അവരൊരു രാജ്യമാണ്, അവർ ഈ നേരിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ കൂടുതൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അത് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഹൂതി ചെയ്യുന്നു, റിബൽസ് വഴി ചെയ്യുന്നു എന്ന് മാത്രം. ഈ ഹൂതി റിബൽസിന്റെ രാഷ്ട്രീയമായിട്ടും സാമ്പത്തികമായിട്ടും ആയുധമായിട്ടും എല്ലാം സഹായം ചെയ്യുന്നത് ഇറാനാണ്. അപ്പൊ ഇവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ഇറാന് നേരിട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. അവര് ബേസിക്കലി പാലസ്തീനിന്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, അവര് 1990 ഉണ്ടാക്കിയ ഹൂതി ട്രൈബിന്റെ ഈ പാർട്ടി 2003 അവരുടെ മെയിൻ റെസൊല്യൂഷൻ എന്തായിരുന്നു? ഡെത്ത് ടു ഇസ്രയേൽ, ഡെത്ത് ടു അമേരിക്ക. അതായത് ഇസ്രയേലിന്റെ നാശം, അമേരിക്കയ്ക്ക് നാശം, പിന്നെ ജൂസ്, ഡെത്ത് ടു ജൂസ്. അതാണ് അവരുടെ ഡിക്ലെയർഡ് സ്ലോഗൻ. അപ്പം ഇന്നലെ ഈ ഇസ്രയേൽ ഹമാസ് യുദ്ധം വന്നുകൊണ്ട് ചാടി ഇറങ്ങിയതൊന്നുമല്ല. അവരുടെ പ്രൊപ്പഗാൻഡ തന്നെ ഇസബുള്ള ഈ ലെബനോനുള്ളവരുടെ നിന്നുള്ള ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ സ്ലോഗൻസ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ മെയിൻ ഉദ്ദേശം അമേരിക്കയും വെസ്റ്റേൺ പവേഴ്സിനും എതിരെയുള്ള നിഴൽ യുദ്ധമാണ്. അതായത് അവരുടെ റിലവൻസ് കാണിക്കുക, വിൻസൺ പറഞ്ഞ മാതിരി റിലവൻസ് കാണിക്കലും പ്രധാനമാണ്. ചെറിയ റിബൽസ് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളത് കാണിക്കലും. ഈ ഒരു ഡ്രോൺ അറ്റാക്ക്, ഏറ്റവും വലിയ കപ്പലുകളെ അറ്റാക്ക് ചെയ്യുന്നത് ഡ്രോണിന് വെറും $2000 ഉള്ളു വില. അതിനെതിരെ അമേരിക്ക അയക്കുന്ന മിസൈൽ $1.5 മില്യൺ മിസൈലാണ് ഈ 2000. അതായത് ചെറിയ റിബലുകൾക്ക് ചെറിയ ആയുധം വെച്ചിട്ട് വൻ ശക്തികളെ വെല്ലാൻ പറ്റുമെന്ന് കാണിക്കാനാണ് ഈ ഒരു സംരംഭം. മാത്രമല്ല ഈ ഹമാസും ഇവരും ഒക്കെ ഇവരുടെ എല്ലാം മെയിൻ ഉദ്ദേശം വെസ്റ്റേൺ പവേഴ്സ് ഇസ്രയേലും മറ്റ് അറബി രാജ്യങ്ങളുമായിട്ട് സൗഹൃദത്തിന് വേണ്ടിയിട്ട് വളരെയധികം നീക്കങ്ങൾ നടത്തി സൗദി അറേബ്യയും ഇസ്രയേലുമായിട്ട്
പാക്ട് സൈൻ ചെയ്യാൻ പോകുന്നതിന് വെറും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒക്ടോബർ 7 ഈ അറ്റാക്ക് വരുന്നത്. വളരെ ടൈംലിയാണ്. അതായത് ഒരിക്കലും ഇസ്രയേലും മറ്റ് രാജ്യങ്ങളുമായിട്ട് സൗഹൃദം പാടില്ല എന്നുള്ളത് ഇറാന്റെയും മറ്റു പലരുടെയും താല്പര്യമായിരുന്നു. അതാണ് ഒക്ടോബർ 7 തെരഞ്ഞെടുത്തത്. അവർക്കറിയാം ഈ കോൺസിക്വൻസ് എല്ലാം ഉണ്ടാവുമെന്ന്. തീർച്ചയായിട്ടും 1200 ആളുകളെ കൊല്ലുകയും 200 പരം ആളുകളെ ഹോസ്റ്റേജസ് ആയിട്ട് കൊണ്ടുപോവുകയും അത് ഒരു സംഭവം പ്രത്യാഘാതം ഉണ്ടാവില്ലെന്ന് കണ്ടിട്ടല്ല, പ്രത്യാഘാതം ഉണ്ടാവുമെന്ന് ക്ഷണിച്ചു വരുത്തിയിട്ടാണ്. അവർക്ക് എത്ര പേര് മരിക്കും എന്നുള്ളതല്ല, മരിച്ചാൽ സ്വർഗത്ത് പോവും എന്നുള്ളത് കൊണ്ട് അത് ആശ്വാസമാണ്. അപ്പൊ അതിന്റെ എല്ലാം പ്രത്യാഘാതങ്ങളാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറും ഒരു കുത്തി കടൽ റെഡ് സീയിലുള്ള ആക്രമണം മാത്രമായിട്ട് ചുരുക്കി കാണരുത്. ഇത് വലിയ കോൺസ്പിറസിയുടെ ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് അവരെ ശക്തമായിട്ട് തന്നെ നേരിടണം. അതിനുള്ള ഇന്റർനാഷണൽ ഫോഴ്സ് 10 രാജ്യങ്ങൾ ചേർന്നിട്ട് നേരിട്ടുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ അമേരിക്കയുടെ കൂടെ ചേർന്നാൽ അത് ഇസ്രയേലിനുള്ള സപ്പോർട്ട് ആവുമെന്ന് കരുതിയിട്ട് പല രാജ്യങ്ങളും നേരിട്ട് വന്നിട്ടില്ല. അമേരിക്കൻ വൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് വിൻസെന്റ് സേവ്യറിനോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം അത് തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ഈ ചെങ്കടലിൽ കൂടെ പോകുന്ന ഇപ്പോ വരുന്ന ഈ ചരക്ക് കപ്പൽ കമേഴ്സ്യൽ ഷിപ്സിനെ മുഴുവൻ തടഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രീതി. പക്ഷേ അതിനെതിരെ ഒരു കൂട്ടായ്മ രൂപീകരിക്കാൻ പോലും ആകുന്നില്ല. ആരുടെ പിഴവാണ് അത് തന്നെ? അതുപോലെ തന്നെ ഈ ശ്രീ പി വിജയൻ പറഞ്ഞതുപോലെ ഇതൊരു രാജ്യാന്തര ഗൂഢാലോചനയാണോ? ഒരു ഇന്റർനാഷണൽ കോൺസ്പിറസി ഈ ഹൂതികളുടെ വരവിന് പിന്നിലുണ്ടോ? ശിവകുമാർ പറഞ്ഞത് അബ്സല്യൂട്ട്ലി ട്രൂ ആണ്. എനിക്ക് ക്രിസ്റ്റീനോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ക്രിസ്റ്റീന ഈ ഗർഭിണികളുടെയും ഈ കുഞ്ഞുങ്ങളുടെയും ഒക്കെ കാര്യം പറയുമ്പോൾ വൈ ഡു ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ ജൂയിഷ് ഗർഭിണീസ് ആൻഡ് ചിൽഡ്രൻ? ഒരിക്കലല്ല, ഞാൻ ഗർഭിണി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് പലസ്തീനി ആയാലും ഇസ്രായേലി ആയാലും ഇറാനിയൻ ആയാലും നമ്മൾ പറയുമ്പോൾ അത് മനുഷ്യരുടെ പക്ഷത്ത് നിന്നാണ് പറയുന്നത്. അതിനകത്ത് യാതൊരു ഭേദമില്ല. യുദ്ധക്കെടുതിയിൽ പെടുന്ന ഏതൊരു മനുഷ്യനും. ഇത് ആദ്യം തുടങ്ങേണ്ടത് ഇത് എവിടെ നിന്നാണ് ഇതിന്റെ റൂട്ട് കോസ്. ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിനെ എക്സിസ്റ്റ് ചെയ്യാൻ അവകാശമില്ല, അത് അലൗ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ഫോഴ്സിനെയാണ് ക്രിസ്റ്റീന അങ്ങനെ ആ ചോദ്യം വഴി കൂടുതൽ പ്രബലരാക്കുന്നത്, കൂടുതൽ സ്ട്രോങ് ആക്കുന്നത്, ആ ആർഗ്യുമെന്റ് വഴി. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. യുദ്ധക്കെടുതിയിൽ പെടുന്ന അത് ഇസ്രയേലി ആണെങ്കിലും പലസ്തീനി ആണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും അവിടെ താമസിക്കുന്ന ഏത് രാജ്യത്തിന്റെ പൗരനാണെങ്കിലും ആ യുദ്ധക്കെടുതി അനുഭവിക്കുന്ന ഏത് വ്യക്തിയും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, അത് മനസ്സിലായി. പക്ഷെ യുദ്ധക്കെടുതി അനുഭവിക്കുന്നവരുടെ കാര്യം പറയുമ്പോൾ 20,000 കടന്നു, അല്ലെങ്കിൽ ഇത്രയും ഗർഭിണികൾ മരിച്ചു, സ്ത്രീകൾ മരിച്ചു എന്ന് പറയുമ്പം ഈ അതേ ഒരു വേദന, അതേ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിങ്സ് മീഡിയയുടെ ഭാഗത്തുനിന്ന്, ഞാൻ ക്രിസ്റ്റീനയുടെ കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ, മീഡിയയുടെ ഭാഗത്തുനിന്ന് ജനറലി ഇസ്രയേലിലെ ഈ ഗർഭിണികളെയും ഇസ്രയേലിലെ കൊച്ചു കുഞ്ഞുങ്ങളെയും കഴുത്ത് മുറിച്ച പാരന്റ്സിന് മുമ്പിൽ വെച്ച് കൊല്ലുകയൊക്കെ ചെയ്തപ്പോഴൊന്നും ഈ ലോകത്തിലെ ഞാൻ പറഞ്ഞത് ഇസ്രയേലികളാണെങ്കിലും എല്ലാ, അതായത് യുദ്ധത്തിന് ഇരയാകുന്ന എല്ലാ വ്യക്തികളെയും കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഒരു രാജ്യത്തിന്റെയും ഒരു പക്ഷഭേദവും ഇല്ല, മനുഷ്യപക്ഷത്ത് നിന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ക്രിസ്റ്റ്യനെ കുറിച്ചല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇന്റർനാഷണൽ മീഡിയനെ കുറിച്ചാണ്. ഈ എന്തുകൊണ്ട് ഈ ഒരു ജോയിന്റ് ആയിട്ടുള്ള ഫോഴ്സ് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ക്രിസ്റ്റീനയുടെ ചോദ്യത്തിനോട് ഒരു ആൻസർ തരുമായിരുന്നു ഞാൻ. ബിക്കോസ് മീഡിയയില് ഇത് ഇസ്രയേലിനെതിരായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ വികാരം ഉണ്ടാക്കാനായിട്ട് ലോക മീഡിയ ഈ വാർ കാരണം ലോക മീഡിയയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഔട്ട്ക്രൈ എഗനിസ്റ്റ് ദ വയലൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇസ്രയേൽ 20,000 പേരെ കൊന്നു, മറ്റൊരു 1500 പേരെ കൊന്നിട്ടുള്ളൂ. ഇതെന്താണ് ഇതിനകത്ത് ന്യായീകരണം? ഇസ്രയേൽ 20,000 പേരെ കൊല്ലുന്നതിന്റെ കാരണം എന്താണ്? ഇത് എവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം? അപ്പോ ഈ ഒരു മീഡിയ വഴി ഉണ്ടായിട്ടുള്ള ഇസ്രയേലിനെതിരായിട്ട് ഉണ്ടായിട്ടുള്ള വികാരം കാരണം ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ കൂടി ഒരു സ്ട്രോങ് ജോയിന്റ് ഫോഴ്സ് ഉണ്ടാക്കാനായിട്ട് മടിയാണ്. ബിക്കോസ് അവർ ഒറ്റപ്പെടുന്നുള്ള തോന്നൽ. ഇപ്പൊ UN ഈ പ്രമേയത്തിനെ പിന്തുണയ്ക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ച് മർക്കോസ് പറഞ്ഞു. ഐ എം ജസ്റ്റ് ടെല്ലിങ് യു ദിസ്. എവിടെയാണ് UN ഇതിന്റെ റൂട്ട് കോസിലേക്ക് കടന്നിട്ടുള്ളത്? ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഇസ്രയേൽ ആയിരിക്കുന്ന രീതിയിൽ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് ഹമാസ് അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ? അവർ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചർച്ച തുടങ്ങാം. അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ വാർ ആണാനുള്ള ആൻസർ. ബിക്കോസ് അവർക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യാനുള്ള അർഹതയുണ്ട്, അതിനുള്ള ലീഗൽ ബാക്കിംഗ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഈ വാറിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അവരെ ഓരോ പ്രാവശ്യവും ഈ മാപ്പിൽ നിന്നും ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുന്ന വാറുകളിലാണ് അവരവരുടെ വാറ് വഴി കൂടുതൽ ഏരിയകൾ പിടിച്ചെടുത്തിട്ടുള്ളത്. ഇത് 1948 തുടങ്ങി നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ പ്രശ്നത്തിൽ ഇതിന്റെ റൂട്ട് കോസ് അനാലിസിസ് വെരി ഇമ്പോർട്ടന്റ്. ഇപ്പൊ തന്നെ ഈ ഈജിപ്തിൽ ചർച്ച നടന്നു. ഈജിപ്തിലെ ചർച്ചയിൽ എന്തുതരം കോംപ്രമൈസിനും ഇസ്രായേൽ റെഡിയായിരുന്നു, എക്സെപ്റ്റ് ഫോർ
കംപ്ലീറ്റ്ലി ഫിനിഷിംഗ് ദ വാർ തീർന്നു എന്ന് പറയാതെ ഹമാസിന് വേണ്ടത് വാർ തീർന്നു എന്ന് പറയണം. അതെങ്ങനെയാ ചെയ്യാവുന്നത്? ഇസ്രയേൽ പറയുന്നത് നിങ്ങൾ ശരിക്കും ആണുങ്ങളെ വിടണമെങ്കിൽ വിടണ്ട, സ്ത്രീകളായിട്ടുള്ള അഭയാർത്ഥികളെ, കുഞ്ഞുങ്ങളായിട്ടുള്ള അഭയാർത്ഥികളെ വിട്ടുതരിക, ഞങ്ങൾ വീണ്ടും വാർ നിർത്താനായിട്ട് കുറച്ച് ദിവസത്തേക്ക് നിർത്തിവെക്കാൻ തയ്യാറാണ്, ഞങ്ങൾ എല്ലാ ഫുഡും സാധനങ്ങളും എല്ലാം എത്തിച്ചു തരാനായിട്ട് ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഹമാസിന്റെ ലീഡർ അതിന് തയ്യാറല്ല. എന്തുകൊണ്ടാണ്? അവർക്ക് വേണ്ടത് ഈ മീഡിയയുടെ സപ്പോർട്ടോട് കൂടി ഈ വാർ ഇല്ലാണ്ടാവണം, സോ ദാറ്റ് ദേ കൻ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ് ഫോർ ദ നെക്സ്റ്റ് വൺ. അപ്പോ ഇതുവഴി ഹമാസിലെ ജനങ്ങൾ ഒരു പാഠം പഠിക്കേണ്ടത്, ഈ ടെററിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്താൽ ഈ ജീവിതമാണ് ഞങ്ങൾക്ക് ഇനി ജീവിതത്തിലുള്ളത്. ഞങ്ങളുടെ കൊച്ചുങ്ങള് ഒരു ജനറേഷൻ ഓൾറെഡി പാസ് ചെയ്തു. ഈ വാർ തുടങ്ങിയ ശേഷം 2 ജനറേഷൻ പാസ് ചെയ്തു 1948 ശേഷം. എനിക്കുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ വേദന. പക്ഷെ ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ വേണ്ടേ? ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ ഇല്ലാതെ ഇപ്പൊ വാർ നിർത്തിയാൽ എന്താ നമ്മൾ ഹമാസിനോട് പറയുന്നത്? ഓക്കെ, യു സ്റ്റാർട്ട് അഗൈൻ. ഈ ടണലുകൾ ബിൽഡ് ചെയ്യുന്നത് ഈ മരിച്ചുപോയ 20,000 പേരുടെ എല്ലാം വീടിന്റെയൊക്കെ അടികൂടിയാണ് ഈ ടണലുകൾ ബിൽഡ് ചെയ്യുന്നത്. അവരൊന്നും അറിയുന്നില്ല ഇത്. ഈ ടണലുകൾ ബിൽഡ് ചെയ്യുമ്പോൾ, ഹമാസ് ടണലുകൾ ബിൽഡ് ചെയ്യുമ്പോൾ എന്തിനാണ് ഹമാസ് ടണൽ ബിൽഡ് ചെയ്യുന്നതെന്ന് അവർക്ക് അറിഞ്ഞൂടെ? അവർക്കറിയാം. അപ്പൊ അവരും കോംപ്ലസന്റ് ആണ് ഇങ്ങനത്തെ കാര്യത്തിൽ. അവർ സപ്പോർട്ട് ചെയ്യുവാണ് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നവര് അനുഭവിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ജനങ്ങൾ ഹമാസിന്റെ ടെററിസത്തിനെതിരായിട്ട് പുറത്തു വരണം. അവർ പറയണം, ഇസ്രയേലും ഞങ്ങളുടെ കൂടെ കോ എക്സിസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് ഈ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ജനങ്ങൾ, അതായത് അറബ് മുസ്ലിം ജനത മുമ്പോട്ട് വന്ന് പറയണം, ഇസ്രയേൽ ഒരു രാജ്യമാണ്, അവർ ജൂയിഷ് രാജ്യമായിരിക്കാം, പക്ഷെ അവർക്കും എക്സിസ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. അവിടെയാണ് ഇതിന്റെ തുടക്കം, ഇതിനുള്ള സമാധാനത്തിനുള്ള തുടക്കം. അല്ലാതെ മീഡിയ വഴി 20,000 പേര് മരിച്ചു, 30 വാർ വന്നാൽ മരണം ഉണ്ടാവും. ആരാണ് വാർ തുടങ്ങിയത്? ഇസ്രായേൽ അല്ല വാർ തുടങ്ങിയത്. ആർക്കെങ്കിലും പറയാൻ പറ്റും ഇസ്രായേലാണ് വാർ തുടങ്ങിയത്? നിങ്ങൾക്ക് പറയാം ഇസ്രായേൽ 1948 തുടങ്ങി എന്ന് പറയാം, അത് ചരിത്രമാണ്. അങ്ങനെ പോയാൽ പല പല ചരിത്രങ്ങൾ ഇതിനു മുമ്പുണ്ട്. ഇത് ജൂയിഷ് ലാൻഡ് ആയിരുന്നു അല്ലെ? അപ്പൊ ചരിത്രത്തിലേക്ക് പോവാതെ ഇപ്പൊ ഈ വാർ തുടങ്ങിയത് ആരാണ്? ഈ വാർ തുടങ്ങിയത് ഹമാസ് ആണ്. ഈ വാർ തുടങ്ങിയത്. അപ്പൊ ഹമാസിന്റെ സൈഡിന് അനുകൂലിക്കുന്നവരും അവിടെ താമസിക്കുന്നവർക്കും ജീവഹാനി ഉണ്ടാവും, നാശനഷ്ടങ്ങൾ ഉണ്ടാവും. വാർ തുടങ്ങിയ ആൾക്കാർ പോലും ഈൽഡ് ചെയ്യാൻ തയ്യാറല്ല. ക്രിസ്ത്യൻ അവരോട് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? ഇസ്രായേൽ പറഞ്ഞ ഈ കാര്യങ്ങൾ അംഗീകരിക്കുന്ന എന്തുകൊണ്ട് ഹമാസിന്റെ ലീഡർ തയ്യാറായില്ല ഈജിപ്തിൽ വെച്ച്? അതാണ് ചോദിക്കേണ്ട ചോദ്യം. നമ്മൾ ഈ സെന്റിമെന്റൽ ആയിട്ടും ഇമോഷണൽ ആയിട്ടും നമുക്ക് ലോകത്തിലെ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. ബുദ്ധി ഉപയോഗിക്കണം. റൂട്ട് കോസ് എവിടെയാണ്? ഈ വിൻസെന്റ് സേവ്യർ പാലത്തിങ്കലിന്റെ വാദഗതികൾ അങ്ങ് കേട്ടല്ലോ. നമ്മൾ സെന്റിമെന്റലായിട്ട് വികാരപരമായി ഇതിനെ സ്വീകരിക്കരുത്. അതായത് ഞാൻ പറഞ്ഞത് ഈ യുദ്ധക്കെടുതിയിൽ പെടുന്ന എല്ലാവരെയും കുറിച്ചാണ് പറഞ്ഞത്. ഹമാസ് തുടങ്ങി വെച്ചു എന്നുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 കോ പാനലിസ്റ്റുകൾ 2 പേരും പറഞ്ഞ വാദഗതികൾ അങ്ങ് കേട്ടല്ലോ. അതിനുശേഷം ഈ പറയുന്നതുപോലെ ഇന്ത്യയുടെ INS റെഡിയാണ് ഈ ഒരു സംഘർഷത്തിൽ ഇതിലെന്താണ് നടപടി എടുക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ ഇന്ത്യക്കും ചില തീരുമാനങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ അങ്ങയുടെ കോ പാനലിസ്റ്റുകളോടുള്ള മറുപടി പറയാം. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഒരു വിദേശ നയം എങ്ങനെയായിരിക്കും? ഇപ്പൊ ക്രിസ്റ്റീന പറഞ്ഞത് ഹമാസ് ആണ് വാർ തുടങ്ങി വെച്ചതെന്ന് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ടും വിയോജിക്കുന്നു. കാരണം ലോക ചരിത്രം തുടങ്ങിയത് ഒക്ടോബർ 7-നല്ല. അന്നാണ് ചരിത്രം തുടങ്ങിയതെന്ന് അവിടെ തൊട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കുഴിച്ചു ചെല്ലുമ്പോൾ അവിടെ ചേർത്ത് നിർത്തുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഹമാസ് ആണ് വാർ തുടങ്ങിയത്. ഒരു മേശയ്ക്ക് ചുറ്റും വരുന്ന സംസാരിച്ചാൽ തീരില്ല എന്ന തീരുമാനത്തോട് ഹമാസ് എത്തുന്നത് എങ്ങനെയാണ്? 1948 7.5 ലക്ഷം മനുഷ്യർ ഇസ്രായേലിൽ നിന്ന് പുറത്തായവർ അവരുടെ 3ാം തലമുറ ഇന്നും അഭയാർത്ഥി ക്യാമ്പിൽ താമസിക്കുകയാണ്. അവരുടെ കുട്ടികളാണ് കൊന്നുകൊണ്ടിരിക്കുന്നത്. ഒരു അഭയാർത്ഥി ക്യാമ്പിൽ വീണ്ടും അടുത്ത അഭയാർത്ഥി കൊണ്ടിട്ട് അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അത്രയും മനുഷ്യരുണ്ടായത്? അവർക്ക് ഇന്ന് തിരിച്ചു പോകാൻ കഴിയുന്നില്ല. അവർ 3-4 രാജ്യങ്ങളായിട്ട് പാർക്കുന്നു. അതിൽ ബാക്കി വരുന്നവർ ഗസയിലായിട്ട് പാർക്കുന്നു. ഇനി ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം. ഗസയിലെ അവസ്ഥ ഇതാണ്. അത് ജിയോഗ്രഫിയിൽ ഒരുമിച്ച് കിടക്കുന്നു. ടെററിസത്തെ പൂർണ്ണമായി തള്ളിക്കളയുകയും ഇസ്രായേലിനെ അംഗീകരിക്കുകയും ചെയ്ത മനുഷ്യരാണ് വെസ്റ്റ് ബാങ്കിൽ താമസിക്കുന്നത്. അവർക്ക് ജോയിന്റ് ഇന്റലിജൻസ് ഫോഴ്സ് ഉണ്ട്, അവർക്ക് പെട്രോളിംഗ് ജോയിന്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇത്രയും കാലത്തിന് ശേഷം അവിടെ ഹിസ്ബുള്ളയുടെ പ്രസൻസ് ഇല്ല, അവിടെ ഹമാസിന്റെ പ്രസൻസ് ഇല്ല. നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടോ ഹെബ്രോണിൽ ഒരു പ്രാവശ്യമെങ്കിലും? ഒന്ന് പോയി നോക്കണം. പറ്റില്ലെങ്കിൽ നിങ്ങൾ മാപ്പ് എടുത്ത് പോയി നോക്കണം. ഇന്ന് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നൊരു സ്ഥലമില്ലാതായിരിക്കുന്നു. അത് കുറച്ച് എൻക്ലേവുകളായി മാറിയിരിക്കുന്നു. ഇല്ലീഗലായ സെറ്റിൽമെന്റുകൾ അവിടെ വന്നിട്ട് അവിടുത്തെ ജലസ്രോതസ്സുകൾ മുഴുവൻ ഇസ്രായേലിൽ വന്നിട്ട്, അതും ആംഡ് ആയിട്ടുള്ള സിറ്റിസൺസ് വന്നിട്ട് അവിടെ വീടുകൾ പണിതിരിക്കുന്നു. അവിടെ ഇന്നൊരു ജിയോഗ്രഫിക്കലി ഒരു പലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് മാപ്പ് വരയ്ക്കാൻ ഈ ആർക്കും കഴിയില്ല. അതുപോലെ ചിഹ്ന ഭിന്നമായി പോയിരിക്കുന്നു. എന്തുകൊണ്ട്? അവർ ടെററിസത്തെ അനുകൂലിക്കുന്നില്ല, ഹിസ്ബുള്ളിനെ അംഗീകരിക്കുന്നില്ല, ഹമാസിനെ അവർ അംഗീകരിക്കുന്നില്ല. അവര് പാലസ്തീൻ അതോറിറ്റി ഇസ്രായേലിനെ അംഗീകരിച്ചു. അവർക്ക് ജോയിന്റ് ഇന്റലിജൻസും ജോയിന്റ് പെട്രോളിംഗും ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടായപ്പോൾ ആ നാടിനെ ഇല്ലാതാക്കി കളഞ്ഞു. അതുപോലെ ഗാസ ആയില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. അതിന് ചെറുത്ത് നിൽക്കുന്നതാണ് ഹമാസ് ചെയ്യുന്നത്. അവരൊരു കൂട്ടം പോരാളികളാണ്. അവർ ചർച്ചയ്ക്ക് തയ്യാറല്ലാതെ വരുന്നത് എന്തുകൊണ്ടാണ്? അവർക്ക് ജീവിക്കാൻ നിർവാഹമില്ല. എത്ര തലമുറയായി
എത്രയോ തലമുറകളായിട്ട് അവർക്ക് 8 മണിക്കൂറായിരുന്നു പവർ ഉണ്ടായിരുന്നു ഈ പ്രശ്നം തുടങ്ങുന്നതിന് മുമ്പ് വരെ. 2014 തൊട്ട് ഒരു വർഷം 100 കുഞ്ഞുങ്ങളെങ്കിലും ആവറേജോടെ മരിക്കുന്നുണ്ടായിരുന്നു. യുദ്ധം ഉണ്ടായിട്ടല്ല. ആഴ്ച 2 പേര് വെച്ചിട്ട് 52 ആഴ്ച 2 പേര് വെച്ച് കുട്ടികൾ കൊല്ലപ്പെടുന്നുണ്ടായിരുന്നു. ഇല്ലീഗൽ സെറ്റിലേഴ്സ് അവിടെ ചെന്ന് അവരുടെ വീടുകൾ തകർത്ത് പാറ്റന്റ് ടാങ്കുകളും വലിയ എർത്ത് മൂവേഴ്സുമായിട്ട് അവർ വീടുകൾ ഇടിച്ചു പൊളിച്ച് അവിടെ താമസിച്ച് അവിടെയുള്ള മനുഷ്യർ ഓടിക്കുന്നു. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസം എന്ന് പറഞ്ഞാൽ അവിടെ ഒലിവിന്റെ വിളവെടുപ്പിന്റെ സമയമാണ്. ഈ ഇല്ലീഗൽ സെറ്റിലേഴ്സ് ചെയ്യുന്നത് ഈ പാവപ്പെട്ട ഇവർക്ക് അറിയാവുന്ന ആകെ കൃഷിയും കാര്യങ്ങളുമാണ്. ഒലിവ് തോട്ടങ്ങൾ നശിപ്പിക്കുകയും ഇവരുടെ വീടുകൾ ഇപ്പോൾ നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ശരിക്കും ഹെബ്രോനിൽ നിന്ന് ജെറുസലേം വരെ ഒന്ന് വണ്ടിക്ക് പോയി നോക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. 29 കിലോമീറ്റർ ഉള്ളൂ. ഒരു യഹൂദൻ അവിടെ കടന്നു പോകാനായിട്ട് 2 മണിക്കൂർ മതി. 6 മണിക്കൂർ കൊണ്ട് ഒരു പാലസ്തീനിക്ക് ജെറുസലേമിൽ എത്താൻ പറ്റില്ല. 178 ചെക്ക് പോസ്റ്റ് ആണ്. അത് പാലസ്തീൻ അതോറിറ്റി ഭരിക്കുന്ന സ്ഥലത്താണ്. ബോർഡറല്ലേ ചെക്ക് പോസ്റ്റ്. ഇവൻ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇവന് തോക്ക് ചൂണ്ടിയ പട്ടാളക്കാരൻ വീണ്ടും മുമ്പിൽ നിൽക്കുന്നത്. അവരുടെ മുമ്പിൽ ഒരു കൊച്ചു കുഞ്ഞിന് പോലും നടത്താൻ പറ്റത്തില്ല. ആ രീതിയിലുള്ള ഒരു അപ്പർത്തിയുടെ ഭരണകൂടം അവിടെ നിൽക്കുവാണ്. അവിടെ വിവേചനമാണ് നടക്കുന്നത്. അവിടെ നിൽക്കുന്ന മനുഷ്യരാണ് അവസാനം ജീവിക്കാൻ ഗതിയില്ലാതെ. ആകാശം അവർക്ക് സ്വന്തമായില്ല, കടലതിർത്തി അവർക്ക് സ്വന്തമായില്ല, ഭൂമി അതിർത്തി സ്വന്തമായില്ല. അതേ രീതിയിൽ ഉപരോധത്തിൽ കഴിയുന്ന ഒരു മനുഷ്യന് കൃത്യമായി കറണ്ട് ഇല്ല, വെള്ളമില്ല, വെളിച്ചമില്ല, ആശുപത്രിയില്ല, വിദ്യാഭ്യാസമില്ല. 4 മണിക്കൂറിന് 2 ഷിഫ്റ്റ് അവിടെ സ്കൂളിൽ നടക്കുന്ന ഗസയില്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്? അപ്പൊ അതേ രീതിയിൽ മനുഷ്യത്വഹീനമായിട്ട് ഒരു കൂട്ടം മനുഷ്യർ, എന്നാൽ അത് അവരുടെ നാടായിരുന്നു. ഈ 7 ലക്ഷം മനുഷ്യർ 1948 അവിടെ നിന്ന് പുറത്തുപോയി 7 ലക്ഷം മനുഷ്യരുടെ വീടായിരുന്നത്. അവരുടെ കുളങ്ങളിൽ വിഷം കലക്കിയും അന്നത്തെ പാരാമിലിറ്ററിയായിരുന്ന എർഗൻ അവരെ പേടിപ്പിച്ച് ഓടിപ്പിച്ച മനുഷ്യരുണ്ടല്ലോ, അവർ താക്കോലുമായിട്ടാ പോയത്. ഈ പ്രശ്നം ഇപ്പൊ തീരെ തിരിച്ചു വരാമെന്ന് വിചാരിച്ച് 3 തലമുറയായി അവരിന്നും ജോർദാനിലും സിറിയയിലും ഒക്കെ അവരുടെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയാണ്. ഈ മനുഷ്യർക്ക് തിരിച്ചു പോകണ്ടേ? അവർക്ക് രാജ്യം മാത്രമല്ല ആവശ്യം. ഈ അഭയാർത്ഥി ക്യാമ്പിൽ 3 തലമുറയായി കഴിഞ്ഞ മനുഷ്യർ തിരിച്ചു പോകണം. അവരുടെ വീടായിരുന്നു, അവരുടെ നാടായിരുന്നു. ആ നാടിനെയാണ് ഇവർ പിടിച്ചു വെച്ചിരിക്കുന്നത്. അവിടെയാണ് അത് പോട്ടെ, തൊട്ടടുത്ത് വരുന്ന ഇവർക്ക് കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് ഇവർക്ക് ജീവിക്കാൻ നിർവാഹമില്ല, സ്വാതന്ത്ര്യമില്ല. You're getting all this information from Deshabhimani. നോ. You're telling a lot of lies. അല്ലല്ല, ഞാൻ You're telling a lot of lies. This is Marxist propaganda. This is Marxist propaganda 100%. ഞാനെന്ന് പറയട്ടെ, Marxist propaganda 100%. വാർത്തയെന്ന് വിചാരിക്കരുത്. No. This is what you are saying is Marxist propaganda 100%. This is not true. 30% നിങ്ങൾ പറയുന്നത് അമേരിക്കൻ പ്രൊപ്പഗൻഡ. താങ്കൾ പറയുന്നത് അമേരിക്കൻ പ്രൊപ്പഗൻഡ. ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ പറയുന്നത് സത്യവും സ്റ്റാറ്റിസ്റ്റിക്സുമാണ്. 30% ഇസ്രയേലിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾ, ഇസ്രയേലില്, വെസ്റ്റ് ബാങ്കിലും ഗാസയിലും അല്ല, ഇസ്രയേലിൽ താമസിക്കുന്ന 30% മുസ്ലിങ്ങൾ പറയുന്നു അവരുടെ സമാധാനമായിട്ട് ജീവിക്കുന്നു. ഈ വെസ്റ്റ് ബാങ്കിൽ ഒരു നിയമമുണ്ട്. വെസ്റ്റ് ബാങ്കില് മിലീഷ്യ അലൗഡ് അല്ല, ഒരു മിലിറ്ററി ആക്ടിവിറ്റി അലൗഡ് അല്ല. അപ്പൊ അതിനുള്ള തുടക്കം ഹമാസിന്റെയോ ഹിസ്ബുള്ളയുടെയോ സഹായത്തോടു കൂടി ഒരു മുസ്ലിം വെസ്റ്റ് ബാങ്കുകാരൻ തുടങ്ങി എന്ന് കേട്ടാൽ അത് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഇസ്രയേലിനുണ്ട്. അല്ലെങ്കിൽ ഇതും അതുപോലെയാവും. ഇതുപോലെ സമയം അതിക്രമിച്ച് നമുക്ക് ശ്രീ പി വിജയകുമാറിനോട് കൂടെ സമയം കൊടുക്കേണ്ടതായിട്ടുണ്ട്. ശ്രീ പി വിജയകുമാർ, ഒരു കാര്യം പറയാതെ പോകാൻ പറ്റത്തില്ല. നിങ്ങൾ ഇപ്പൊ തന്നെ എടുത്ത് ഇന്റർനെറ്റിലെ ബേസിക് ലോ എന്ന് പറയുന്നത് ഇസ്രായേൽ ബേസിക് ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അതായത് നിങ്ങൾ പറഞ്ഞത് തുല്യരായിട്ടാണ് അവിടെ ഇസ്രായേലിൽ അവിടെ 20% മുസ്ലിങ്ങൾ താമസിക്കുന്നത്. ഒരിക്കൽ 176 സമാധാനപരമായിട്ട് ജീവിക്കാൻ ആഗ്രഹമുള്ള ഓരോ മുസ്ലിമിനും സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള അവകാശം വെസ്റ്റ് ബാങ്കിലുണ്ട്. ടെററിസമാണ്, മുസ്ലിം വേൾഡ് ആണ് അവരുടെ ആഗ്രഹം. നമ്മളൊരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ആ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. അവിടെ നിയമങ്ങൾ വിവേചനപരമാണെന്നാ പറഞ്ഞത്. അതിലെ നിയമം ഇത്രേ ഉള്ളൂ. ഇസ്രായേലുകാരൻ ടെററിസം തുടങ്ങിയാലും ആ നിയമത്തിന്റെ അടിയിൽ വരും. ഇസ്രായേലുകാരൻ ടെററിസം ചെയ്യുന്നില്ല. നമുക്ക് ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്കും സമയമില്ല. ശ്രീ പി വിജയകുമാർ, ഈ പറഞ്ഞ കാര്യത്തോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന്, സമയം തീരെ ഇല്ല നമുക്ക്. ഇവർ രണ്ടുപേരും വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള ആണ് കാര്യങ്ങൾ പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ സംഭവം നടക്കുമ്പോൾ നമ്മൾ വളരെ ദൂരെയുള്ള ആളുകൾ, സാധാരണക്കാർ, കേരളത്തിലോ അല്ലെങ്കിൽ മറ്റു ഭാഗത്തോ ഉള്ള ആളുകൾ വിചാരിക്കും നമ്മളുടെ വീടിന് വളരെ ദൂരെ ചെങ്കടലിൽ അതോ കണ്ടിട്ടില്ലാത്ത സ്ഥലത്ത് എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. പക്ഷേ നമ്മളറിയണം, ഈ നമ്മളെ ഇന്ത്യയിൽ നിന്ന് കയറ്റി അയക്കുന്ന ഒരുപാട് സാധനങ്ങൾ ഈ ചെങ്കടൽ സൂയസ് കനാൽ വഴിയാണ് പോകുന്നത്. മാത്രമല്ല യൂറോപ്പും ഏഷ്യയുമായിട്ടുള്ള ദൂരം പകുതിയായിട്ട് കുറച്ചതാണ് ഈ സൂയസ് കനാൽ വഴി. അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഏത് നേവൽ തടസ്സത്തിനും ലോകം മുഴുക്കെ, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും എല്ലാ സമൂഹക്കാർക്കും ബാധകമായിരിക്കും. അതായത് ഇൻഷുറൻസ് വളരെയധികം കൂടിക്കഴിഞ്ഞു കപ്പലുകൾക്ക്.
അവർ 2 ആഴ്ച കൂടുതലെടുത്തു. ആഫ്രിക്ക ചുറ്റി വേണം സൂയസ് കനാൽ അവോയ്ഡ് ചെയ്യണമെങ്കിൽ. മാത്രമല്ല 5-6 വലിയ കമ്പനികൾ ഇവിടെ ഈ സൂയസ് കനാൽ, റെഡ് സീ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതായത് മാത്രമല്ല, ഈ 10 രാജ്യങ്ങൾ ചേർന്നുണ്ടാക്കിയ മൾട്ടിനാഷണൽ ഫോഴ്സിൽ ചൈന വന്നിട്ടില്ല. ചൈനയെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്, കാരണം അവരുടെ എക്സ്പോർട്ടും ഓയിൽ ഇമ്പോർട്ടും എല്ലാം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് സൂയസ് കനാൽ, റെഡ് സീ വഴിയാണ്. ഇന്ത്യയുടെ വലിയ ഒരു ശതമാനം ഓയിൽ അവിടെ നിന്നാണ് വരുന്നത്. ഇപ്പൊ ആൾറെഡി തന്നെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞു. അമേരിക്കയിൽ ഓയിലിന്റെ വില കൂടിക്കഴിഞ്ഞു. ഇതെല്ലാം നമ്മൾ അവിടെ വാർത്ത കാണുന്നതല്ല, ആൾറെഡി അഫക്റ്റ് ആയി. ഓയിലിന്റെ വില കൂടിക്കഴിഞ്ഞാൽ ട്രക്ക് ട്രാൻസ്പോർട്ടേഷൻ കൂടി, എല്ലാ സാധനങ്ങൾക്കും വില കൂടി. അപ്പോൾ ലോകം മുഴുക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ചെറിയ സംഘടനയായ ഹൂത്തി റിബൽസിന്റെ റെഡ് സീ ചെങ്കടലിലെ ആക്രമണം. അതുകൊണ്ട് ഏറ്റവും അധികം വേഗത്തിൽ ഇത് നിർത്താനുള്ള ഉന്നി ഹൂത്തികൾക്ക് അല്ലെങ്കിൽ മറ്റ് ശക്തികൾക്ക് ഉണ്ടാകണമെന്നാണ് ലോകത്തിലെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ശരി. അത് ഉടനെ ഉണ്ടാവും വിചാരിക്കുന്നു. ശരി. എന്തായാലും അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ ചെങ്കടലിലെ വഴി തടയൽ അത് ആ ചെങ്കടൽ മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. ഇപ്പോൾ തന്നെ എണ്ണവില കുതിച്ചുയർന്നു കഴിഞ്ഞു. ആ വഴിയുള്ള വ്യാപാരം 85% ഇടിവാണ് ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ വളരെ മോശമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇതിനൊക്കെ അപ്പുറമായി മനുഷ്യനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന ആഴ്ചകളിലും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഏതൊക്കെ രാജ്യങ്ങളാണ് ഇതിലേക്ക് വീണ്ടും വരിക, ഇതിന് ഏത് രീതിയിലൊരു സൊല്യൂഷൻ ഉണ്ടാകുമെന്ന്. ഓരോ ആഴ്ചയും നമ്മൾ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരു പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് ചർച്ച അവസാനിപ്പിക്കുന്നത്. എന്തായാലും വളരെ നന്ദി ശ്രീ വിൻസെന്റ് സേവ്യർ പാലത്തെങ്കിൽ, ശ്രീ സജി മാർക്കോസ് ആൻഡ് ശ്രീ പി വിജയൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. എന്തായാലും ഇത് ക്രിസ്മസ് കാലമാണ്, ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി. എല്ലാവർക്കും സമാധാനം എന്ന സന്ദേശവുമായി പുൽക്കൂട്ടിൽ ജന്മമെടുത്ത ഉണ്ണിയേശുവിന്റെ ഈ തിരുപ്പിറവി കാലത്തും ലോകമെമ്പാടും ഇത്തരത്തിലുള്ള അക്രമങ്ങളും യുദ്ധങ്ങളും ഒക്കെ നിലനിൽക്കുന്നു എന്നത് സങ്കടകരമായ സാഹചര്യമാണ്. അടുത്ത ആഴ്ചയെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടായി എന്ന രീതിയിൽ ഈ ചർച്ച കൊണ്ടുപോകാൻ നമുക്കാകട്ടെ. നല്ലൊരു ക്രിസ്മസ് കാലം എല്ലാ പ്രേക്ഷകർക്കും ആശംസിക്കുന്നു. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്ജ് ന്യൂയോർക്കിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.